കേരള മനസാക്ഷിയെ ഞെട്ടിച്ച വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിന് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി. ശിക്ഷാവിധി മരവിപ്പിച്ചാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന അപ്പീലിൽ ഹൈക്കോടതി തീരുമാനമെടുക്കാൻ വൈകുന്ന സാഹചര്യം പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ നടപടി. നൂറ് പവൻ സ്വർണം, 1.25 ഏക്കർ ഭൂമി, 10 ലക്ഷം രൂപ വില വരുന്ന കാർ, ഇത്രയും സ്ത്രീധനമായി വാങ്ങിയാണ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശി കിരൺകുമാർ പത്തനംതിട്ട നിലമേൽ സ്വദേശിനിയായ 24-കാരി വിസ്മയെ മിന്നുകെട്ടിയത്. ലക്ഷങ്ങൾ മുടക്കിയുള്ള ആഡംബര വിവാഹം. കിരൺകുമാർ മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വാഹന ഇൻസ്പെക്ടർ. സർക്കാർ ജോലിയുടെ പത്രാസും കുടുംബമഹിമയും പറഞ്ഞ് വീട്ടുകാരെ കയ്യിലെടുത്തു. മകളുടെ നല്ല ഭാവിയെ കരുതി അച്ഛൻ ത്രിവിക്രമൻ നായർ ചോദിക്കാതെ എല്ലാം വാരിക്കോരി നൽകി. പക്ഷേ വിസ്മയെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. വിവാഹം കഴിഞ്ഞ് അധികനാൾ തികയും മുൻപേ കിരണിന്റെയും കുടുംബത്തിന്റെയും മട്ടും ഭാവവും മാറി. കൈനിറയെ സ്ത്രീധനം കിട്ടിയിട്ടും ആർത്തിയോടെ വീണ്ടും വീണ്ടും ചോദിച്ച് വിസ്മയെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഏറ്റവും ഒടുവിൽ മറ്റൊരു കാർ കൂടി ആവശ്യപ്പെട്ടായിരുന്നു പീഡനം. മനുഷ്യായുസിൽ സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റമായപ്പോൾ 2021 ജൂൺ 12-ന് കിടപ്പുമുറിക്കരികിലെ ശുചിമുറിയുടെ വെന്റിലേറ്ററിൽ 1 മുഴം കയറിൽ വിസ്മയ ജീവിതം അവസാനിപ്പിച്ചു. സ്ത്രീധനത്തിന്റെ പേരിലുള്ള കിരണിന്റെ പീഡനം സ്വന്തം വീട്ടുകാരെ പോലും അറിയിക്കാതെ വിസ്മയ എല്ലാം ഒറ്റയ്ക്ക് സഹിച്ചു. ഒടുവിൽ എല്ലാവരും എല്ലാം അറിയുമ്പോഴേക്ക് ഒരുപാട് വൈകി. വിസ്മയുടെ മരണശേഷമാണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കൊടും ക്രൂരതയുടെ വിവരങ്ങൾ പുറം ലോകമറിഞ്ഞത്. നേരിട്ട ക്രൂരതകളുടെ അവശേഷിക്കുന്ന തെളിവായി വിസ്മയുടെ വാട്സാപ്പ് ചാറ്റുകൾ. മർദ്ദനമേറ്റ ചിത്രങ്ങളടക്കം അവസാനം വിസ്മയ പങ്കുവച്ചിരുന്നു. ഇത് കേസിലെ നിർണായക തെളിവായി മാറുകയും ചെയ്തു. ഒരുപാട് പെൺകുട്ടികളുടെ ജീവനെടുത്ത സ്ത്രീധനത്തിനെതിരെ കേരളം വീണ്ടും വിസ്മയിലൂടെ ചർച്ച ചെയ്തു. ജനരോഷത്തിന്റെ ശക്തി മനസ്സിലാക്കിയ സർക്കാർ അതിവേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രവും നൽകി. വിസ്മയ മരിച്ച് 11 മാസവും 2 ദിവസവും പൂർത്തിയായപ്പോൾ 4 മാസം നീണ്ട വിചാരണയ്ക്കൊടുവിൽ കിരൺകുമാറിന് കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വിധി പറഞ്ഞു. ഈ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കിരൺകുമാർ നൽകിയ ഹർജി ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ഈ നിയമ നടപടി വൈകുന്നതിനെതിരെയാണ് പ്രതി ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. 4 വർഷത്തിലധികം കാലമായി കിരൺകുമാർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെന്നായിരുന്നു അഭിഭാഷകൻ ദീപക് പ്രകാശിന്റെ വാദം. ഹൈക്കോടതി വിധി വരും വരെയാണ് കിരണിന് ജാമ്യം. എന്നാൽ മകളുടെ ഘാതകൻ താൽക്കാലിക ആശ്വാസം പോലും അർഹിക്കുന്നില്ലെന്നും നിയമ പോരാട്ടം തുടരും എന്നുമായിരുന്നു വിസ്മയയുടെ കുടുംബത്തിന്റെ ഇന്നത്തെയും പ്രതികരണം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.